ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎസ് സന്ദർശനം തുടരുന്നു. വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. ദുരന്ത മേഖലകളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കാസർഗോഡ് സ്വദേശി മരിച്ച പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 2025 ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി കിരൺ റാവു സംവിധാനം ചെയ്ത ബോളിവുഡ് ചിത്രം ലാപ്പത്ത ലേഡീസ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎസ് സന്ദർശനം തുടരുന്നു. വിവിധ ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയ ശ്രീ മോദി ന്യൂയോർക്കിലെ പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായി റൌണ്ട് ടേബിൾ മീറ്റിംഗിൽ പങ്കെടുത്തു. 21ാം നൂറ്റാണ്ട് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണെന്നും ജനാധിപത്യ മൂല്യങ്ങളും സാങ്കേതിക വിദ്യയും തമ്മിലെ സന്തുലിതാവസ്ഥ മനുഷ്യക്ഷേമത്തിന് അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂയോർക്കിൽ യുഎൻ പൊതുസഭയുടെ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കുട്ടികൾ ഉൾപ്പെടുന്ന അശ്ലീല ചിത്രങ്ങൾ സൂക്ഷിക്കുന്നതും സ്വകാര്യമായി കാണുന്നതും പോക്സോ നിയമത്തിന്റെ ലംഘനമാണെന്ന് സുപ്രീംകോടതി. ചൈൽഡ് പോണോഗ്രഫി എന്ന പദം ജുഡീഷ്യൽ ഉത്തരവുകളിലോ വിധിന്യായങ്ങളിലോ ഉപയോഗിക്കരുതെന്ന് രാജ്യത്തെ എല്ലാ കോടതികളോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചാൽ മാത്രമേ കുറ്റം ചുമത്താനാകൂവെന്നും കുട്ടികൾ ഉൾപ്പെട്ട അശ്ലീല വീഡിയോകൾ സൂക്ഷിക്കുന്നത് കുറ്റകരമല്ലെന്നുമുള്ള മദ്രാസ് ഹൈക്കോടതി വിധി റദ്ദാക്കിയാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജന ഇന്ന് 6 വർഷം പൂർത്തിയാക്കി. 2018ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കമിട്ടത്. രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും പ്രത്യേകിച്ച് ദുർബല വിഭാഗത്തിന് തുല്യമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണിതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നഡ്ഡ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 3ാം വട്ടവും അധികാരത്തിലെത്തി 100 ദിവസം പിന്നിടുമ്പോൾ 15 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. കർഷകർ, ഇടത്തരക്കാർ, വനിതകൾ, യുവാക്കൾ എന്നീ വിഭാഗങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നടന്നത്. 90 ലക്ഷം സ്വയം സഹായ സംഘങ്ങളിലൂടെ 10 കോടി വനിതകളെ ശാക്തീകരിക്കാൻ കഴിഞ്ഞു. 11 ലക്ഷം ലഖ്പതി ദീദികൾ പ്രധാനമന്ത്രിയിൽ നിന്ന് അഭിനന്ദന പത്രങ്ങൾ വാങ്ങിയതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു. നരേന്ദ്രമോദി സർക്കാർ 3ാം തവണയും അധികാരത്തിലെത്തി 100 ദിവസം പിന്നിടുമ്പോൾ വിവിധ പദ്ധതികളെക്കുറിച്ച് ഗുണഭോക്താക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. കണ്ണൂർ കാടാച്ചിറ സ്വദേശിയായ സംരംഭക മിനിമോൾ ആകാശവാണി വാർത്തകളോട്. എന്റെ പേര് മിനിമോൾ. കാടാച്ചിറ മുണ്ടയോട് തന്നെ ഒരു സംരംഭം നടത്തുന്നുണ്ട് 4 വർഷമായിട്ട്. സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അത് PMEGP എന്ന് പറയുന്ന ഒരു സ്കീം പ്രകാരമാണ് ഞാൻ ആ സംരംഭം തുടങ്ങിയത്. യുവജനങ്ങൾ ഈ ബിസിനസ് രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുന്ന തരത്തിലാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു തരുന്നത്. ദുരന്ത മേഖലകളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ഫയർ ആന്റ് റെസ്ക്യൂ സർവീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 315 പേരുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സാഹസിക രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പൊതുസമൂഹത്തിന്റെ രക്ഷാസേന എന്ന ഉത്തരവാദിത്ത ബോധത്തോടെയാകണം സേനാംഗങ്ങൾ അറിവുകൾ പ്രയോഗിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവാവ് മരിച്ച പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. മുംബൈയിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശിയായ യുവാവാണ് മരിച്ചത്. മരിച്ച വ്യക്തിക്ക് രോഗം ബാധിച്ചത് മുംബൈയിൽ നിന്നായതിനാൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും എങ്കിലും രോഗം വരാതിരിക്കാനുള്ള പൊതുവായ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കേരളത്തിൽ നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതുവരെയുള്ള പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. നിപ വ്യാപനം തടയാൻ ആവശ്യമായ ജാഗ്രതാ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു. എംപോക്സ് സംബന്ധിച്ചും കേരളത്തിൽ സൂക്ഷ്മ നിരീക്ഷണമാണ് നടത്തുന്നതെന്നും ശ്രീമതി വീണ ജോർജ് ഇടുക്കിയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ മാസം 29-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 114-ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന നമ്പറിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ ഈ മാസം 27 വരെ അറിയിക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ പോഷൺ അഭിയാന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പോഷൺ മാസാചരണം രാജ്യത്ത് സജീവമായി പുരോഗമിക്കുന്നു. കൌമാരക്കാരായ പെൺകുട്ടികൾ, കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ എന്നിവരുടെ സമ്പൂർണ്ണ ആരോഗ്യമാണ് പ്രധാന ലക്ഷ്യം. സെപ്റ്റംബർ 1 മുതൽ 30 വരെയാണ് മാസാചരണം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തും അങ്കണവാടികളും ആരോഗ്യ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ നടത്തുന്നുണ്ട്. ആരോഗ്യമുള്ള തലമുറയ്ക്ക് ആരോഗ്യമുള്ള ഭക്ഷണം ഏറെ പ്രധാനമാണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് വിഭാഗം മുൻ മേധാവി റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ സുലേഖ സി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഏറ്റവും എളുപ്പം ശാരീരികവും മാനസികവുമായ വളർച്ച നടക്കുന്നത് ആദ്യത്തെ 2 വർഷമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കൌമാരകാലമാണ്. ജനിച്ച ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം നൽകുക. പച്ചക്കറികള്, ധാന്യങ്ങള്, പഴങ്ങള് ഇവയെല്ലാം നമ്മൾ 6 മാസത്തിന് ശേഷം മുതലേ കൊടുത്ത് പഠിപ്പിക്കണം. പ്രധാനമന്ത്രിയുടെ യോജനയിൽ പറയുന്നത് പോലെ റാഗി, ബാർലി, ചാമേരി മുതലായ ചെറുധാന്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തി കുറേശ്ശെ പരിശീലിപ്പിച്ചാൽ 1 വയസ്സാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന പോലെ എല്ലാവരും കഴിച്ചിരിക്കും. ഇതിനോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് ഇലക്കറികൾ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സംസ്ഥാനത്ത് ക്ഷയരോഗ വിമുക്തമായ ഏറ്റവും അധികം പഞ്ചായത്തുകളുള്ളത് ഇടുക്കി ജില്ലയിലാണെന്നും ജില്ലയെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ മികവിന്റെ ഫലമാണിതെന്നും മന്ത്രി വീണ ജോർജ്. ആരോഗ്യ കേരളം പദ്ധതി പ്രകാരം 4 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന TB സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടിയിൽ അധ്യക്ഷനായി. അതിർത്തി ജില്ലകൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിലെ വികസനത്തിന് സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മെഡിക്കൽ കോളേജിലെ വിവിധ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾ ഉന്നയിച്ച ചില ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഭാവി വികസനത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ സൌന്ദര്യവൽക്കരണ പ്രവൃത്തികൾ സംഘടിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷൻ ചുമരുകൾ കോളേജ് വിദ്യാർത്ഥികൾ ചേർന്ന് ചിത്രങ്ങൾ വരച്ച് ആകർഷകമാക്കി. ഒക്ടോബർ 2 വരെയാണ് സ്വച്ഛതാ ക്യാമ്പയിൻ. കണ്ണൂരിനെ സമ്പൂർണ്ണ ലൈബ്രറി ജില്ലയായി പ്രഖ്യാപിക്കുന്നതിനുള്ള ശ്രമം അതിവേഗം പുരോഗമിക്കുന്നു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഓരോ വാർഡിലും ഒരു ലൈബ്രറി എന്നതാണ് ലക്ഷ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ആകെയുള്ള 1545 വാർഡുകളിൽ 298 വാർഡുകളിലാണ് ഇനി ലൈബ്രറികൾ പ്രവർത്തനം ആരംഭിക്കാനുള്ളത്. ഡിസംബർ 31 സമ്പൂർണ്ണ ലൈബ്രറി ജില്ലയായി ജില്ലയെ പ്രഖ്യാപിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നതെന്ന് ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി PK വിജയൻ പറഞ്ഞു. ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെ ഗാന്ധിയെ അറിയാൻ വായനശാലകൾ എന്ന പേരിൽ പ്രചരണ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 25 വായനശാലകളെങ്കിലും സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2025 ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി കിരൺ റാവു സംവിധാനം ചെയ്ത ബോളിവുഡ് ചിത്രം ലാപത്ത ലേഡീസ് തിരഞ്ഞെടുത്തു. മികച്ച വിദേശ സിനിമാ വിഭാഗത്തിലാണ് ചിത്രം മത്സരിക്കുക. അസമീസ് സംവിധായകൻ ജഹനു ബാരുവ അധ്യക്ഷത വഹിച്ച 13-അംഗ സമിതിയാണ് ചിത്രം തിരഞ്ഞെടുത്തത്. വന്ദേ ഭാരത് എക്സ്പ്രസിനും പാലരുവി എക്സ്പ്രസിനും വേണ്ടി പിറവം റോഡിൽ വേണാട് എക്സ്പ്രസ് തടഞ്ഞുവെച്ചെന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് റെയിൽവേ അറിയിച്ചു. ട്രെയിൻ ഷെഡ്യൂൾ അനുസരിച്ചാണ് സർവീസ് നടത്തിയതെന്നും വേണാട് എക്സ്പ്രസ് പിറവം റോഡിൽ നിർത്തിയിട്ട് കാലതാമസം വരുത്തിയിട്ടില്ലെന്നും റെയിൽവേ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനം തുടരുന്നു. വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. ദുരന്ത മേഖലകളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് നിപ വ്യാപനത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കാസർഗോഡ് സ്വദേശി മരിച്ച പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. 2025 ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി കിരൺ റാവു സംവിധാനം ചെയ്ത ബോളിവുഡ് ചിത്രം ലാപത്ത ലേഡീസ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.